പൊന്തമ്പുഴയിലെ സുമചേച്ചിയുടെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പൊന്തമ്പുഴ എരുമേലി റൂട്ടാണ്. പൊന്തമ്പുഴ എരുമേലി റൂട്ടിൽ അമ്പിളി ആശുപത്രിക്ക് സമീപമാണ് ഈ സ്ഥലം. ഇത് മുക്കടയ്ക്ക് കിടക്കുന്ന വഴിയാണ് പൊന്തമ്പുഴയിൽ നിന്ന്. അതാണ് പൊന്തമ്പുഴ റാന്നി റൂട്ട്. ഇവിടെ കാട് കയറി കിടക്കുകയാണ്. അപ്പോൾ ആ ബോർഡ് ചേച്ചി ക്ലീൻ ചെയ്യുകയാണ്. കാട് വെട്ടി തെളിച്ച് വാഹനത്തിന് കാണാൻ വേണ്ടി ക്ലീൻ ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേച്ചി നമസ്കാരം, പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് സുമതി തങ്കച്ചൻ. ഇതെന്താ ഇങ്ങനെ ചെയ്യാനൊരു കാരണം? ഈ വർഷത്തിൽ നടന്നിരിക്കുന്ന കാട് ഒരു 2 വണ്ടി അപ്പുറം ഇപ്പുറം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് റോഡ് സൈഡിലോട്ട് മാറാൻ യാതൊരു സൗകര്യവുമില്ല. ഇതൊരു അപകടത്തിന് വഴി തെളിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ്. അതുകൊണ്ട് ഈ സിഗ്നൽ പോലും പടല് കയറി മറിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം വെട്ടി, എനിക്കിത് മൊത്തം വെട്ടി വൃത്തിയാക്കാൻ ആഗ്രഹമുണ്ട്. എൻ്റെ ശാരീരിക ഇത് അതിനെ അനുവദിക്കുന്നില്ല. അതിനുവേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെങ്കിലും ഈ ആഗസ്റ്റിൻ്റെ ഒരു ദിവസങ്ങളിൽ പോലും ഇതിനൊരു ക്ലീനിങ്ങിനോ ഒരു സംവിധാനമില്ല. അതുകൊണ്ട് ഇത് എൻ്റെ ഒരു പ്രതിഷേധമായിട്ട് ഞാനിത് എൻ്റെ സ്വയം ഇതായിട്ട് ഞാൻ ചെയ്താന്ന് തീരുമാനിച്ചിരിക്കുന്നു. ചേച്ചിയുടെ പ്രതിഷേധമാണ്. നിരവധി കുട്ടികൾ ഈ വഴി യാത്ര ചെയ്യുന്നതാണ്, ഈ റോഡ് വഴി. ഇപ്പോൾ വാഹനം പോകുന്ന സമയത്ത് കുട്ടികൾ നടന്നു വരുമ്പോൾ അവർക്ക് നടന്നു പോകാനുള്ള സൗകര്യമില്ല. ഈ വഴിക്ക് ഇരുവശവും കാട് കയറി നിറഞ്ഞിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇഴജന്തുക്കളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണിത്. ഭയങ്കര ശല്യമാണ്. കൊച്ചു പിള്ളേർക്ക് നടക്കാൻ പറ്റുമോ? വണ്ടി വരുന്നു, പിള്ളേർക്ക് നടക്കാൻ വഴിയില്ല. അപ്പൊ ഇത് തെളിക്കുവാണെങ്കിൽ ഇതിൽ നടക്കാം അല്ലേ? തെളിക്കുവാണെങ്കിൽ നടക്കാം, നല്ലപോലെ തെളിക്കണം. ശരി ശരി. ഇപ്പോൾ രാവിലെയും വൈകുന്നേരം ഇതിൽ സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ പല ഇഴജന്തുക്കളൊക്കെ കടന്നു വരാനുള്ള സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ നടന്നുപോക്കുകാർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം റോഡിന് ഇരുവശവും ചപ്പ് ഇത് പടർന്നിരിക്കുകയാണ്. അതുകൊണ്ട് വാഹനം വന്നു കഴിഞ്ഞാൽ എല്ലാവരും റോഡിൽ കൂടെ തന്നെ നടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നടന്നുപോക്കുകാർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ വേണ്ടപ്പെട്ട അധികാരി ചെയ്തു കൊടുക്കണമെന്ന് അറിയിക്കുന്നു. ചേച്ചി കുടുംബശ്രീ വല്ലതും പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ മഹിമ കുടുംബശ്രീയുടെ സെക്രട്ടറിയാണ്. മഹിമ കുടുംബശ്രീയുടെ സെക്രട്ടറിയാണ്. ഓ ശരി. മണിമല പഞ്ചായത്തിലെ 8-ാം വാർഡിലെ മഹിമ കുടുംബശ്രീയുടെ സെക്രട്ടറിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അഭിനന്ദാർഹമായ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വഴി നടക്കാൻ വേണ്ടി നല്ല ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു.
പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. അതിലോട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. ഈ വഴി മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ആ മുകളിൽ കൂടെ വേറൊരു വഴിയുണ്ട്, എങ്കിലും ഈ വഴിയും മൊത്തം കാട് പടർന്നിരിക്കുകയാണ്. ചേച്ചിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചേച്ചി എന്നാ സൈഡ് കാട് തെളിച്ചിട്ടുണ്ട്. എങ്കിലും ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ എല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡ് ഒന്നുകൂടി വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. മഹിമ കുടുംബശ്രീ അംഗമായ സുമ പെഴുത്തുമാക്കൽ ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നത് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം വളരെയധികം കൂടുതലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വളർന്നു നിൽക്കുന്ന കാടുകളൊക്കെയും നമ്മുടെ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പോൾ തെരുവ് നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും ഒക്കെ ശല്യത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാനായിട്ട് ഇങ്ങനെയുള്ള ഈ ജനോപകാരപ്രദമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ സഹായിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ കാടും ചപ്പുകളും നീക്കി ഇവിടെ തെരുവുനായ്ക്കളുടെ ശല്യമൊക്കെ ഒഴിവാക്കേണ്ടത് പഞ്ചായത്ത് സത്വര ശ്രദ്ധ വഹിക്കേണ്ടതാണ്.